നൂതനമായ പഠനാനുഭവങ്ങൾ സൃഷ്ടിച്ച് മാതൃകയാകുന്ന അട്ടപ്പാടി കാരറ ഗവൺമെന്റ് യു.പി. സ്കൂൾ. അട്ടപ്പാടിയിലെ സ്കൂളിൽ നിന്ന് 100 കത്തുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിലാണ്. സ്കൂളിലെ കുട്ടികൾ പോസ്റ്റ് കാർഡിൽ കത്തുകൾ തയ്യാറാക്കിയാണ് പോസ്റ്റ് ചെയ്തത്. അട്ടപ്പാടിയിലെ കുട്ടികളിൽ നിന്ന് പുറപ്പെടുന്ന ഈ കത്തുകളൊന്നും ചെറിയ കത്തുകളല്ല. സ്വന്തം അമ്മക്കായി തുടങ്ങിയതാണ് കുട്ടികളുടെ കത്തെഴുത്ത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, എം.പിമാർ, എം.എൽ.എമാർ, സാഹിത്യകാരന്മാർ എന്നിവർക്കുള്ള കത്തുകളും തയ്യാർ. ജീവിത പാഠം എന്ന ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഗസ്റ്റുകളായിട്ട് കുറച്ച് പേര് വന്നു. ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, റോഡ് സുരക്ഷ, സൈബർ സുരക്ഷ എന്നീ ക്ലാസ്സുകൾ എടുത്തു തന്ന സാറുമാർക്കും സുംബ ഡാൻസ് പഠിപ്പിച്ചു തന്ന ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഇത് സംഘടിപ്പിച്ചു തന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് ഞങ്ങളുടെ കുട്ടികളുടെ മേലും എൻ്റെ മേലും നന്ദി അറിയിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുന്ന കത്തും ഇക്കൂട്ടത്തിലുണ്ട്. അധ്യാപകരുടെ നേതൃത്വത്തിലാണ് കുട്ടികളുടെ കത്തെഴുത്ത്. വളരെ വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വൈകുന്നേരം സ്കൂളിലെ പുതിയതായിട്ട് വന്ന ശ്രുതി ടീച്ചർ വൈകിട്ട് എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, ടീച്ചർ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമാവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ശ്രുതി പറഞ്ഞത്, നമുക്ക് കുട്ടികളെ കൊണ്ട് 100 കത്തുകൾ അമ്മമാർക്ക് എഴുതിച്ചാലോ എന്നൊരു ആശയമാണ് ശ്രുതി ടീച്ചർ പങ്കുവച്ചത്. അത് കേട്ടപ്പോൾ തന്നെ നല്ലൊരു വിഷയമായിട്ട് തോന്നി. പിറ്റേന്ന് തന്നെ ഞങ്ങളത് കുട്ടികളുമായിട്ട് പങ്കുവെക്കുകയായിരുന്നു. അപ്പോഴാണ് അതിനെ കുറച്ചും കൂടി വിപുലമായിട്ട് കേരളത്തിലെ തന്നെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്ക്, അങ്ങനെ മറ്റ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, അമ്മമാർക്കും അച്ഛനും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കുമായിട്ട് ഈ കത്തുകൾ വിപുലീകരിച്ചാലോ എന്ന് ഞങ്ങൾ ആലോചിച്ചത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു റെസ്പോൺസ് നമുക്ക് കിട്ടിയത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല വിഷയങ്ങളും നമുക്ക് കത്തുനിന്ന് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം ജീവിതപാഠം പദ്ധതിയെ കുറിച്ച് നന്നായി തന്നെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇപ്രാവശ്യം മെനു പരിഷ്കരിച്ചത് വരെ കുട്ടികൾ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി വരെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തുകൾ വരെ നമുക്ക് കാണാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനമാണ് നമ്മുടെ കുട്ടികളെ കുറിച്ച് തോന്നിയത്. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം എഴുതിയ ഭവ്യ ഹരിക്കുള്ള കത്തും ഉണ്ട്. കത്തുകളെല്ലാം മേൽവിലാസക്കാരന് കിട്ടുമോ, ഏതിനൊക്കെയാവും മറുപടി കിട്ടുക തുടങ്ങി 100 സംശയങ്ങളുമായി കാത്തിരിക്കുകയാണ് കാരറയിലെ മിടുക്കന്മാരും മിടുക്കികളും. കൈരളി ന്യൂസ്, പാലക്കാട്.